ജോർജിയയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 11 ഇന്ത്യക്കാരടക്കം 12 പേർ മരിച്ചു. ജോർജിയ ഗുഡൌരിയിലെ സ്കൈ റിസോർട്ടിലാണ് പുക ശ്വസിച്ചാണ് മരിച്ചത്. 7200 അടി ഉയരത്തിലുള്ള പർവ്വത മേഖലയിലെ റിസോർട്ടിലാണ് ദുരന്തമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ചേരുന്നുണ്ട്. ബനീഷ, എന്താണ് അവിടെ ഉണ്ടായത്? ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടത്? സംഗീത, ജോർജിയയിലെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റെസ്റ്റോറന്റിലെ 2ാം നിലയിലാണ് ശനിയാഴ്ച ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച കെട്ടിടത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഓയിലിൽ പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഓൺ ആക്കിയെന്നും ഇതിൽ നിന്നും വന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാകാം മരണം സംഭവിച്ചതെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ ഒരു ജോർജിയൻ പൗരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ ഇതിനകം ജോർജിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ പേര് വിവരങ്ങളൊന്നും, അതായത് ഇന്ത്യൻ പൗരന്മാരുടെ പേര് വിവരങ്ങളൊന്നും ഇതിനകം പുറത്തുവിട്ടിട്ടില്ല. ഈ സ്നോ ബോർഡിംഗ്, സ്കൈയിങ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഈ സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇത് അവിടുത്തെ സ്റ്റാഫ് ജീവനക്കാരാണോ അതേസമയം സന്ദർശനത്തിനെത്തിയവരാണോ കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിലൊന്നും ഇതുവരെ സ്ഥിരീകരണമില്ല. ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജോർജിയയിൽ നിന്നും പുറത്തു വരുന്നത്. സംഗീത. ശരി ബനീഷ, ജോർജിയയിലാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 11 ഇന്ത്യക്കാരടക്കം 12 പേർ മരിച്ചിരിക്കുന്നത്. മരിച്ചവർ ആരെല്ലാം എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ജോർജിയ ഗുഡൌരിയിലെ സ്കൈ റിസോർട്ടിലാണ് പുക ശ്വസിച്ച് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.